ഡി എ ഡി ആർ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് എന്നോട് പലരും ചോദിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ പറയണമെന്ന് പറയുകയും ചെയ്തു. കാരണം 2026 ഏപ്രിൽ 1 ശേഷമാണ് അതിനൊരു പ്രാബല്യം വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്. ഉത്തരവ് മറ്റൊന്നുമല്ല, 11ാം ധനകാര്യ കമ്മീഷൻ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ, അതായത് 25% അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ധനകാര്യ വകുപ്പ് പേ റിവിഷൻ സെൽ ബി വകുപ്പ് സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ 139/2025/90 ധനകാര്യ വകുപ്പ് 1/11/2025 ഇറങ്ങിയ ഓർഡറാണ്. താല്പര്യമുള്ളവർ എടുത്ത് നോക്കണം. 1/11/2025 ധനകാര്യ വകുപ്പ്. അതിൽ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെ ശമ്പള അലവൻസുകളും 1/7/2019 തീയതി പ്രാബല്യത്തിൽ പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഉത്തരവിലെ ഖണ്ഡിക 43 പ്രകാരം, അത് നേരത്തെ 19 ഉത്തരവാണ്, 21 വരെയുള്ള ശമ്പള പരിഷ്കരണത്തിൽ 25% വീതമുള്ള കുടിശ്ശിക 25% വീതമുള്ള 4 ഗഡുക്കളായി 1/4/23, 1/10/23, 1/4/24, 1/10/24 തീയതിക ജീവനക്കാരുടെ PF അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇനിയാണ് തട്ടിപ്പ് വരണത്, ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. PF അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഓക്കെ. തുടർന്ന് 1/7/2019 ശേഷം 31/5/2021 വരെ സർവീസിൽ നിന്ന് വിരമിച്ചവർ, സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുന്നോടിയായി 30/4/2021 മുമ്പ് PF അക്കൗണ്ടിൽ അവസാനിപ്പിച്ചവർ, 21 ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിരമിച്ച കോ ടെർമിനൻസ് ജീവനക്കാർ എന്നിവർക്ക് കുടിശ്ശിക ഒറ്റത്തവണ പണമായി 2021 മെയ് മാസത്തെ ശമ്പളം ജൂൺ മാസം പെൻഷനൊപ്പം വിതരണം ചെയ്യാമെന്ന് പരാമർശം 2 പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ്. അത് ആൾറെഡി ഉത്തരവ് കഴിഞ്ഞ ഉത്തരവാണ്. എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രസ്തുത വിഷയം പുനഃപരിശോധിക്കുകയും, കൊടുക്കാമെന്ന് പറയും പുനഃപരിശോധിക്കും, കൊടുക്കാമെന്ന് പറയും പുനഃപരിശോധിക്കും. എന്തൊരു നല്ല ധനകാര്യ മാനേജ്മെൻ്റ് എന്നറിയാവോ. കുടിശ്ശിക അനുവദിക്കലിലൂടെ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാന സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രസിദ്ധത്തിലാക്കുമെന്ന് വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കുടിശ്ശിക 1-2 ഗഡുക്കൾ ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇത് സംബന്ധിച്ചൊരു ഉത്തരവുണ്ടാകുന്നവരെ നീട്ടിവെച്ചുകൊണ്ട് യഥാക്രമം 4-5 എന്നിവ പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കൊടുക്കാൻ തീരുമാനിച്ചു, പിന്നെ കൊടുക്കണ്ട എന്ന് പറഞ്ഞുള്ള ഉത്തരവിറങ്ങി. 31/5/2020 ശേഷം സേവനത്തിലിരിക്കെ മരണപ്പെട്ട എല്ലാ ജീവനക്കാരുടെയും 11ാം ശമ്പള കുടിശ്ശിക പ്രസ്തുത ജീവനക്കാരുടെ ആശ്രിതർക്ക് ഒറ്റത്തവണ അനുവദിക്കുന്ന അനുമതി നൽകിക്കൊണ്ട് വീണ്ടും ഉത്തരവായി. മരിച്ചു പോയവർക്ക് കൊടുക്കാം. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA വേണോ, പോയി മരിച്ചാൽ മതി, നിങ്ങൾക്ക് ഉടനെ DA കിട്ടും. 1/7/2019 ശേഷം 31/3/2021 വരെയുള്ള കാലയളവിൽ സേവനത്തിൽ വിരമിച്ചിട്ടുള്ള കോ ടെർമിനൻസ് ജീവനക്കാർക്ക് കൂടി സേവന കാലയളവിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണ അനുവദിച്ചുകൊണ്ട് പരാമർശത്തിൽ വീണ്ടും ഒരു ഉത്തരവ് ഉണ്ട്. 11ാം ശമ്പള കമ്മീഷനുടെ 1-2 ഗഡുക്കൾ അനുവദിച്ചുകൊണ്ട് പരാമർശം 8 പ്രകാരവും ഉത്തരവ്. വീണ്ടും ഉത്തരവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ വിഷയം വിശദമായി പരിശോധിച്ചു. 29/10/2025 കൂടിയ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 11ാം ധനകാര്യ ശമ്പള കുടിശ്ശിക തുകയുടെ 3/4 ഗഡുക്കൾ, അതായത് 25% അനുവദിച്ച വിഷയത്തിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളാണ് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതായത് 10/2/2021 തീയതിയിലെ സർക്കാർ ഉത്തരവ് നമ്പർ 27-21 ധനകാര്യ വകുപ്പ് ഉത്തരവ് പ്രകാരം ശമ്പളം പരിഷ്കരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ, അതായത് 25% മേപ്പടി ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യുന്നതാണെന്നല്ല. എന്തൊരു ലാംഗ്വേജാണ്. ഇനി ചെയ്യോ അറിഞ്ഞൂടെ. ഏപ്രിൽ 1 ശേഷം 2026 ഏപ്രിൽ 1 ശേഷം അപ്രകാരം PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന തുക ജീവനക്കാർ സേവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അല്ലെങ്കിൽ 2027 ഏപ്രിൽ മാസം മുതൽ ഏതാണോ ആദ്യം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാവുന്നതാണ്. ഏപ്രിൽ 1 ഇടും, അത് 27 പിൻവലിക്കാം. ഇനി അടുത്ത കഥകളുണ്ട്. 31/5/2021 തീയതിക്ക് ശേഷം വിരമിച്ച ജീവനക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന മുന്നോടി PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ, മറ്റ് കാരണങ്ങളാൽ PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ എന്നിവരുടെ ശമ്പള കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതാണ്. അതും അനുവദിക്കാവുന്നതാണ്. ഇത് ആരോടാണ് പറയുന്നതെന്ന് പറയുന്നില്ല, അനുവദിക്കുന്നതാണ് എന്നല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ അനുവദിക്കാവുന്നതാണ്. ഓക്കെ. 1/7/2019 മുതൽ 28/2/2020 കാലയളവിൽ കോ ടെർമിനൻസ് വ്യവസ്ഥയിൽ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്യുന്ന പൊതുമേഖല, ഗ്രാൻഡ് നേട്, സഹകരണ സ്ഥാപനങ്ങൾ മുതലായവയിൽ നിന്നുള്ള കോ ടെർമിനൻസ് ജീവനക്കാർക്ക്
PF അക്കൗണ്ട് അഭാവത്തിൽ സേവന കാലയളവ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതാണ്. 31/5/2021 ശേഷം സേവനത്തിലിരിക്കും മരണമടഞ്ഞ എല്ലാ ജീവനക്കാരുടെയും 11ാം ധനകാര്യ ശമ്പള കുടിശ്ശിക പ്രസ്താവന ആശ്രിതർക്ക് ഒറ്റത്തവണയായി അനുവദിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ട് 30/8/2024 തീയതിയിലെ സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ 75/2024 ധനകാര്യ പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നും പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. ചത്ത് കിട്ടിയാൽ ഗവൺമെൻറ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല പോളിസി. 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള കാലയളവിനുള്ളിലും നിലവിലും അന്യത്ര സേവന ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുള്ളവരുടെ ജീവനക്കാരുടെ 11ാം ശമ്പള കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ ധനകാര്യ വകുപ്പ് 42/40/2021 ധനകാര്യ വകുപ്പ് 30/4/21 പ്രകാരം സർക്കുലറിലെ നിർദ്ദേശങ്ങൾ വിധേയമായി സർക്കാർ ശീർഷകത്തിൽ നിന്നും മേപ്പടി ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. 1/7/2019 മുതൽ 28/2/2021 കാലയളവിനുള്ളിൽ KPSC മുഖേന PSC മുഖേന നിയമനം നടത്തേണ്ട സ്ഥിരം തസ്തികകളിൽ PS ലിസ്റ്റിൻ്റെ അഭാവത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സാമിന് നിയമിക്കപ്പെട്ടതും സേവനത്തിൽ തുടരുന്നതും PF അക്കൗണ്ട് നിലവിലുള്ളതുമായ ജീവനക്കാർക്ക് 11ാം ശമ്പള കമ്മീഷൻ തുകയുടെ 3-4 ഗഡുക്കൾ മേപ്പടി ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതും പ്രസ്തുത കാലയളവിൽ എംപ്ലോയ്മെൻറ്റ് എക്സാമിന് നിയമിക്കപ്പെട്ടതും നിലവിൽ സേവനത്തിലില്ലാത്തവർക്കും PF അക്കൗണ്ട് നിലവിലെത്താത്തവർക്കും കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി ഏപ്രിൽ 26 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതാണ്. ഇതെല്ലാം അനുവദിക്കുന്നതാണെന്ന് പറയുന്നതിന് പകരം അനുവദിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ് ആണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനി അനുവദിച്ച് കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കിട്ടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും 11ാം ശമ്പള പരിഷ്കരണ പ്രകാരമുള്ള ശമ്പള കുടിശ്ശികയിലെ 3-4 ഗഡുക്കൾ 25% അനുവദിച്ചുകൊണ്ട് ഉത്തരവിൻ്റെ പ്രാബല്യത്തിൽ വരും. നോക്കൂ, 2025 ഇറക്കുന്നു, 2026 ഏപ്രിൽ 1 ശേഷം വാങ്ങാമെന്ന് പറയുന്നു, 27 PFൽ നിന്ന് വിഡ്രാ എന്ന് പറയുന്നു. മനോജ്ഞമാണ് ഭരണം. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ആവശ്യം പോലെ ഖജനാവിൽ പണമുണ്ട്, നമുക്ക് മറ്റെല്ലാ ആവശ്യങ്ങൾക്ക് പണമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമയത്ത് കൊടുക്കാൻ പണമില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഉഡായിപ്പ് ഓർഡറുകൾ ഒരുപാട് ഇനിയും നമ്മെ കാത്തിരിക്കുന്നു.